ദേവസ്വം ബോർഡ് മന്ത്രി വാസവൻ എന്താ പറയുന്നതെന്ന് കേൾക്കാം. ആഗോള അയ്യപ്പ സംഗമം നടന്നുകൊണ്ടാണ് ഈ കൊള്ളത്തരങ്ങൾ മുഴുവൻ വെളിയിൽ വരാൻ ഇടവന്നത്. ഇല്ലെങ്കിൽ മറ്റേ സ്വർണ്ണക്കൊള്ളയോ കൊടിമരത്തിന്റെ കൊള്ളയോ ഇതൊന്നും വെളിയാതെ ഇവരിപ്പോഴും വിരാജിക്കുമായിരുന്നു. ആഹാ, അപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടന്നില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ശബരിമല കൊള്ള ഇങ്ങനെ തുടർന്ന് അങ്ങ് പോയേനെ, ഇതാരും ഒന്നും അറിയത്തുമില്ലായിരുന്നു, ഇങ്ങനെ അങ്ങ് പോയേനല്ലേ. കൊള്ളാം, ചില്ലറ ഉളുപ്പൊന്നും പോരാ കേട്ടോ. ഈ ഗോവർദ്ധനും അതുപോലെ തന്നെ പോറ്റിയും അതേപോലുള്ള മറ്റേ അവരെ സഹായിച്ചിട്ടുള്ളവരുമല്ല. ഈ ഗോവർദ്ധന്റെയും പോറ്റിയുടെയും പേര് മാത്രം അറിയത്തുള്ളൂ അല്ലേ? പത്മകുമാറിന്റെയും വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ഒന്നും പേര് അറിയത്തില്ലായിരിക്കും. അത് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? പാർട്ടി മെമ്പർമാരൊക്കെ ആയിരുന്നല്ലോ, അല്ല ഒക്കെ ആയിരുന്നല്ലോ എന്നല്ലല്ലോ, ഇപ്പോഴും ആണല്ലോ, അത് പറയാൻ പറ്റത്തില്ലായിരിക്കും. ഓക്കെ, അപ്പൊ കൃത്യമായി ഇതെല്ലാം വെളിയിൽ കൊണ്ടുവരാൻ സഹായിച്ചത് ആ അയ്യപ്പ സംഗമം. അതോടൊപ്പം അതിനെ പൊളിക്കാൻ വേണ്ടി മറ്റൊരിടത്ത സമീപനത്തിലും അവർ സ്വയം കുഴിയിൽ വീണു. ആഗോള അയ്യപ്പ സംഗമം കൊണ്ടുവന്നത് തന്നെ നിങ്ങൾ ശബരിമല കൊള്ള പിടിക്കാൻ വേണ്ടിയിട്ടാ. അതിനെ അവർ എതിർക്കുമെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നു. അപ്പൊ അവരുടെ കള്ളത്തരങ്ങളൊക്കെ വെളി വരുമെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നല്ലേ. എന്റെ പൊന്നോ, അവർ കൃത്യമായി അവർ തന്നെയാണ് ഇതിന്റെ കുറ്റക്കാരെന്ന് കണ്ടെത്തി ഇനി ബാക്കിയുള്ള അന്വേഷണം നടത്തി എല്ലാം കൂടെ പൂർത്തീകരിക്കുമ്പോൾ കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ ആകത്തുക എടുത്താൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ ഭംഗിയായി മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായത് കോൺഗ്രസ്സുകാരാണ് ഈ കള്ളത്തരങ്ങളെല്ലാം നടത്തിയെന്നുള്ളതാണ് അല്ലേ? അപ്പൊ അല്ലാതെ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, ദേവസ്വം ബോർഡ് മന്ത്രിക്ക് യാതൊരു പങ്കുമില്ല, അന്നിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, അവിടുത്തെ ജീവനക്കാർക്കോ അവർക്കൊന്നും യാതൊരു പങ്കുമില്ല. കോൺഗ്രസ്സുകാർക്കാണ്, ഈ ഭരണത്തിലും ഇല്ല ഒന്നുമില്ലാതെ മാറി നിന്ന് കോൺഗ്രസ്സുകാർക്കാണ് ഇതിലെല്ലാം പങ്ക് അല്ലേ? കൊള്ളാം. ഇടയിൽ പുറത്ത് ഭരണം പോലും ഇല്ലാതെ പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ഭരിച്ചോണ്ടിരിക്കുന്നത്? ഈ കാലത്ത് നിങ്ങൾ എന്തിനാ ഭരിച്ചോണ്ടിരിക്കുന്നത്? പറഞ്ഞു വന്നത് കണ്ടില്ലേ? ഇതിന്റെ എല്ലാം ആകെ തുക എടുത്തു വരുമ്പോ കോൺഗ്രസ്സുകാരായിരിക്കും അകത്ത് പോകുന്നത് അല്ലേ? പോറ്റിയെ അകത്താക്കാൻ ശ്രമിച്ചവർ LDF-ഉം പോറ്റിയെ കയറ്റിയവർ ശബരിമലയിലേക്ക് കയറ്റി വരും, ഇത് കുറക്കാൻ കൂട്ടുനിന്നവരുമെല്ലാം UDF ആണെന്ന് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് ചിത്രം പര്യവസാനിക്കുന്നത്. അതെ അതെ, ഈ പോറ്റിയെ ഇവിടോട്ട് കയറ്റിയത്, ശബരിമലയിലോട്ട് കയറ്റിയത് കോൺഗ്രസ്സുകാരും അയാളെ പിടിച്ചത് LDF-കാരും അന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ആ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് കൊണ്ടാണല്ലോ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോഴത്തേന് ആയത്. അങ്ങനെ കൂടുതൽ അങ്ങ് പറഞ്ഞു വരല്ലേ. ഒരു കാര്യം കൂടെ പറയുന്നത്, ശബരിമല സ്ത്രീ പ്രവേശനം നടന്ന സമയത്തെ 2 or 3 പേരെ അവിടെ കയറ്റാൻ വേണ്ടിയിട്ട്, അവരുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്രയോ വിശ്വാസികളെയാണ് നിങ്ങൾ റോഡിലിട്ട് വലിച്ചടിച്ചത്, എത്രയോ പേരെ കേസിൽ കുടുക്കി. അതിനെതിരെ പ്രതിഷേധിച്ചവർ ഇപ്പോഴും കേസ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും അങ്ങനെ കോടതി കയറി ഇറങ്ങുന്ന ആൾക്കാരെ എനിക്കറിയാം. ഈ ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർത്തതിന്റെ പേരിൽ കോടതി കയറി ഇറങ്ങി നടക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. എന്തൊരു ആവേശമായിരുന്നു നിങ്ങൾക്ക്, നിങ്ങളുടെ സർക്കാരിന് എന്തോ ഒരു ആവേശമായിരുന്നു ഈ സ്ത്രീകളെ അങ്ങ് പിടിച്ച് അതിനകത്തോട്ട് കയറ്റാൻ, അവരുടെ അവകാശം അങ്ങ് സംരക്ഷിക്കാൻ, സുപ്രീം കോടതിയുടെ വിധി അങ്ങ് നടപ്പാക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരുന്നതാണല്ലോ. അന്ന് എത്രയോ പേര് ഈ CPM-ന്റെ പാർട്ടി വിട്ടുപോയി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് വേറെ പാർട്ടികളിൽ പോയ എത്രയോ ആൾക്കാരുണ്ട്, പ്രാദേശിക നേതാക്കന്മാരുൾപ്പെടെ എത്രയോ പേര് പോയി. നിങ്ങളൊന്നും അംഗീകരിക്കില്ല. ചില്ലറ ഉളുപ്പൊന്നും പോരാ വാസവ, ഇങ്ങനെ വന്ന് നിന്ന് ഈ ചാനലുകളുടെ മുമ്പിൽ വന്ന് നിന്ന് പച്ച നുണ ഇതുപോലെ വിളിച്ചു പറയാം. ഈ കേസിനകത്ത് പിടിച്ചിട്ടുള്ളവരുടെ പാർട്ടി ബന്ധങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇവരൊക്കെ ഏത് പാർട്ടിയിലുള്ളവരായിരുന്നെന്നുള്ളത്. ഇതൊന്നും അന്വേഷിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒരു ദേവസ്വം മന്ത്രിയായിട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് ഒരു ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നല്ലോ, കോടതി പോയി പറഞ്ഞു അയ്യോ എന്നെ കള്ളാന്ന് വിളിക്കല്ലേ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ. എന്തിനാണ് ഇവരൊക്കെ ഇരുന്നേ? സർക്കാരിന്റെ ജനങ്ങളുടെ പൈസ മൊത്തം കൊണ്ടുപോയി ജനങ്ങളുടെ പൈസ ശമ്പളമായിട്ടും ആനുകൂല്യങ്ങളായിട്ടും വാങ്ങിച്ച് തിന്നുകൊണ്ടിരിക്കുന്നവര് നിങ്ങൾക്ക് എന്തോ ജോലി? നിങ്ങളുടെ ജോലി എന്തുവാ? ഈ നിങ്ങളെ വിശ്വസിച്ചാണ് ജനങ്ങൾ ഇതൊക്കെ ഏൽപ്പിച്ചേക്കുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ രാജിവെച്ച് പോണോന്നേ. ഇങ്ങനത്തുള്ള നുണക്കഥകളായിട്ട് വരരുത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് വന്നപ്പോ ഇപ്പൊ പറയുവാണ് അത് ഓഡിറ്റ് അല്ല, അത് എന്താണ് പ്രപ്പോസൽ ആയിരുന്നു എന്നുള്ളത്. ഈ പ്രപ്പോസൽ ആണോ കൊണ്ടുവന്ന് കോടതിയിൽ കൊടുത്തത് ഓഡിറ്റ് ആണെന്നും പറഞ്ഞിട്ട്? ഈ പ്രപ്പോസൽ ആണോ കൊണ്ടുവന്ന് കോടതിയുടെ കയ്യിൽ കൊടുത്തത്? അങ്ങനെയാണ് നിങ്ങൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണറെ പിരിച്ചുവിടണമെന്നേ. എന്തിനാവൻ സർക്കാർ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത്? നിങ്ങളെ ഇങ്ങനെ വെട്ടിലാക്കിയിട്ട് എന്തിനാവൻ സർക്കാർ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത്? ഈ പ്രപ്പോസലോ ഈ ഓഡിറ്റ് റിപ്പോർട്ടിന് പകരം പ്രപ്പോസലാണ് കൊണ്ട് കോടതി കൊടുത്തതെന്നുണ്ടെങ്കിൽ അങ്ങ് മെഴുകുവാണ്. ഇനി ലോകത്ത് ആർക്കും മനസ്സിലാവാത്തൊരു കണക്കുമായിട്ട് വരും, ഒരു ക്യാപ്സൂളുമായിട്ട്. അതിങ്ങനെ വഹിച്ചുകൊണ്ട് പോകാൻ കുറെ ആൾക്കാരുണ്ടല്ലോ, നടക്കട്ടെ. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അയ്യപ്പ വിശ്വാസികൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഇതിനൊക്കെ ഉള്ള മറുപടി എപ്പോഴാണെന്നറിയാവോ? 2026 നിയമസഭ ഇലക്ഷനിൽ കിട്ടും. അത് കിട്ടുമ്പം ഇതുപോലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വരണം, അന്നേരം ഒളിച്ചോടരുത്.